2017-18 ശേഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഭൂരിഭാഗം ആൾക്കാർക്കും കാശ് നഷ്ടപ്പെട്ട ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. സോ അവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ബാങ്കിന്റെ സ്ട്രക്ചറിൽ അവർക്ക് ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ അവർ അസറ്റ് ക്വാളിറ്റി അവർക്ക് പഴയ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അതേ പഴയ ലെവൽ എന്നല്ല പറയേണ്ടത്, നോർമലി നല്ല അസറ്റ് ക്വാളിറ്റി ഉള്ള ബാങ്കുകളുടെ ആ ഒരു ലെവലിലേക്ക് അവർ അസറ്റ് ക്വാളിറ്റി എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. 18-20 ഉണ്ടായിരുന്ന GNPA അവിടെ ഇവർക്ക് ഇപ്പോൾ 1.3% ആയിട്ട് കുറച്ചുകൂടി വരാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ മേജർ ആയിട്ടുള്ള ബാങ്കുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മിക്കവാറും ബാങ്കുകളുടെ എല്ലാം വരുന്നത്. സോ ആ ഒരു റേഞ്ചിലേക്ക് അവർക്ക് അതിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ NNBA നോക്കിക്കഴിഞ്ഞാൽ 0.2% ആയിട്ട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് NNBA കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പറ്റി. അവരുടെ ബുക്കിനെ അവർ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ അവർക്ക് വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഗ്രോത്ത് ആണ് വരേണ്ടത്. ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ലോൺ ബുക്കിൽ ഡിപ്പോസിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിപ്പോസിറ്റ് ഗ്രോത്ത് കാര്യങ്ങളെല്ലാം ഈ ഒരു കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഒരു പയ്യെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഡിസ്ബഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വരുന്ന ക്വാർട്ടറുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നിംസിൽ കാര്യങ്ങളിലൊക്കെ ഇംപ്രൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്ക് ഞാൻ പറഞ്ഞല്ലോ 2020-2025 വരെയുള്ള സമയത്ത് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇവർ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നോർമലായിട്ട് ഇവരുടെ ഡിസ്ബഴ്സ്മെന്റിന്റെ പേസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിരുന്നു. അതായത് പുതിയതായിട്ട് ലോൺ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കുറഞ്ഞു, ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കുറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബാങ്കുകൾക്ക് നോർമലി RBI ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവർ 40% PSL മെയിൻ ചെയ്യണം, അതായത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ അവർ മോർഗേജിലേക്കോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോണുകളോ എഡ്യൂക്കേഷൻ ലോണുകളോ ആ ഒരു രീതിയിൽ പ്രയോറിറ്റി സെക്ടറിൽ 40% അവർ ലോൺ ലെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ഇവർ ആദ്യത്തെ സമയത്ത് ഇവരുടെ ക്രൈസിസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ കോർപ്പറേറ്റ് ബുക്കിലായിരുന്നു. അതായത് ഇപ്പം നോർമലി ബാങ്കുകൾ ലോൺ കൊടുക്കാത്ത കമ്പനികളുണ്ടല്ലോ, ഇപ്പം റിലയൻസിന്റെ നമ്മുടെ അനിൽ അംബാനിയുടെ റിലയൻസ്, ആ ഒരു രീതിയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഒന്നും അത്ര ഇല്ലാത്ത ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിരുന്നു ഇവർ കൂടുതലായിട്ട് ലോൺ കൊടുത്തിരുന്നത്. ആ ഒരു രീതിയിൽ കോർപ്പറേറ്റ് ലോൺ ആയിരുന്നു മജോറിറ്റി ചെയ്തിരുന്നത്. അതിനുശേഷം ക്രൈസിസ് വന്ന സമയത്ത് ഇവർ ലോൺ പുറത്തേക്ക് കൊടുക്കുന്ന കുറച്ചു. അതിന്റെ കൂടെ തന്നെ ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന്റെ നോംസ് അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് 40% അവർക്ക് പ്രയോറിറ്റി സെക്ടറിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പല ബാങ്ക് എത്താറുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ചെയ്യുന്ന 2 ഓപ്ഷൻ അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ വേറെ ബാങ്കുകൾ ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് അവരുടെ നോംസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ടാവും. സോ അവർ എക്സ്ട്രാ ചെയ്തവരുണ്ടാവും. അപ്പോൾ 40% ചെയ്യേണ്ടതിന് മുകളിൽ ചിലപ്പോൾ 50-60% ചെയ്തവരുണ്ടാവും. അത് പ്രത്യേകിച്ച് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കൊക്കെയാണ്. കാരണം അവർ കൂടുതലായിട്ട് റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് അവർക്ക് നല്ല കൂടുതലായിരിക്കും. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ചെറിയ ഫീസ് കൊടുത്തിട്ട് അവരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും. PSLC എന്ന് പറയും. ഒന്നെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ അപ്പോൾ അതിന് ഒരു ചെറിയ ഫീ ഇൻകം അവർക്ക് കിട്ടും. അതാ ബാങ്ക് സെല്ല് ചെയ്യുന്ന ബാങ്കിന് ഒരു ഫീ ഇൻകം കിട്ടും. ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഫീ ഇവർക്ക് നഷ്ടമാണ്. സോ ഒന്നെങ്കിൽ ആ രീതിയിൽ ഇവർക്ക് പ്രൈവറ്റ് സെക്ടർ ലെൻഡിങ്ങിന്റെ ആ ഒരു നോംസ് ഇവർ കംപ്ലീറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നബാർഡിലോ അല്ലെങ്കിൽ സിഡ്ബിയിലോ അതല്ലെങ്കിൽ NHBയിലോ നാഷണൽ ഹൗസിംഗ് ബാങ്കിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. നബാർഡിലാണെങ്കിൽ RIDF എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. ഈ PSL നോം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫണ്ട് ഇവർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഈ 2 ഓപ്ഷനുള്ള ഒന്നെങ്കിൽ ഇവർ PSLC വേറെ ബാങ്കുകളിൽ നിന്ന് മേടിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നബാർഡിലൊക്കെ അവരുടെ അതിന്റെ റൂറൽ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് ഇവർ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒന്ന് PSLC മേടിക്കുന്ന സമയത്ത് വെച്ചാൽ ഇവർ ഫീ ആണ് കൊടുക്കേണ്ടി വരുന്നത്.